നമ്മളിന്ന് ഉണ്ടാക്കുന്ന റെസിപ്പി എന്താണെന്ന് വെച്ചാൽ മട്ടൻ കറിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എൻ്റെ ഒരു ബന്ധു വീട്ടിൽ നിന്ന് കഴിച്ചതാണ്. അപ്പോൾ അവിടുന്ന് ആ റെസിപ്പി ചോദിച്ച് മനസ്സിലാക്കി ഉണ്ടാക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഭക്ഷണത്തോട് ക്രേസ് ഉള്ളതുകൊണ്ട് തന്നെ എന്താക്കിയെന്ന് പറഞ്ഞാൽ അത് ചോദിച്ച് മനസ്സിലാക്കി ഓരോന്നും എന്തൊക്കെ വേണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതിലേക്ക് കടന്നിരിക്കുന്നത്. പിന്നെ ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ എപ്പോഴും ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല, കാരണം മുമ്പ് ഒരു പ്രാവശ്യം ചെയ്തതാണ്. അപ്പോൾ ഇപ്രാവശ്യം മട്ടൻ കറി ഉണ്ടാക്കാതെ വെച്ചു. അതൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള സാധനം നമ്മുടെ ഉള്ളി ചെറുതായി അരിഞ്ഞത്, ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, പുതിന, മല്ലിച്ചപ്പ്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, പിന്നെ ഇതിന് വേണ്ട പൊടികൾ എന്നാൽ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ മട്ടൻ മസാല, ഇത് പ്രധാനപ്പെട്ടതാണ്. മട്ടൻ മസാല, മല്ലിപ്പൊടി, ഇത്രയും കാര്യങ്ങൾ, പിന്നെ മുളക് പൊടി, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ മട്ടൺ ആദ്യം തന്നെ നമ്മൾ 1 കിലോ ആണ് വാങ്ങിച്ചത്. അത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ട് ഒരു അരമണിക്കൂർ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കുഴച്ച് വെക്കണം. അപ്പോൾ അതിന് ഉപ്പും മഞ്ഞളും പിന്നെ മുളകും നന്നായി പിടിച്ചു വരും. അപ്പോൾ ബാക്കി നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. ഉരുളി തീമാച്ച് അതിൽ വെളിച്ചെണ്ണ വെച്ചു, അതായത് ഉള്ളി ചൂടാക്കാൻ വേണ്ടിയിട്ട്. 1 കിലോ മട്ടന് നമ്മളെടുത്തത് 1/2 കിലോ വലിയ ഉള്ളിയാണ്. അതേപോലെ 200 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ചെറിയ ഉള്ളിയിലേക്ക് ഇടാം. രണ്ടും കൂടി അത് ചുവന്നതാണ്. വലിയ ഉള്ളി ചൂടായി, അതിൻ്റെ കൂടെ തന്നെ ഈ ചെറിയ ഉള്ളിയും കൂടെ നമ്മൾ മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടും. ചൂടാവാൻ ചൂക്കാൻ തുടങ്ങി. ഇത് നമുക്ക് എടുത്ത് കിടക്കാം. 3 തക്കാളിയാണ് നമ്മൾ ഇതിന് വേണ്ടി തയ്യാറാക്കിയത്. 3 തക്കാളി ഇതിലേക്കിട്ട് മാറ്റണം. തക്കാളി ഉള്ളി ഈ രൂപത്തിലായിരിക്കുമ്പോൾ ഒരുപാട് നേരം നമ്മൾ പരിശ്രമിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറഞ്ഞ് വന്നേക്കുമ്പോൾ അടിപൊളിയായിട്ട് നമുക്കിനി വേണ്ടത് നമുക്ക് മസാല. ആദ്യം ചൂടാക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഈ മഞ്ഞൾപ്പൊടി ചൂടാക്കുമ്പോൾ എന്ത് വേണമെന്നാണ്, ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ വേണം ഇത് വേവിക്കാൻ. അങ്ങനെ ഓരോ പൊടി എടുക്കുമ്പോൾ ഈ തരത്തിൽ കുഴമ്പാക്കിയിട്ട് വേണം. ഇതാണ് ഇതിൻ്റെ പ്രധാന കാര്യം. റെസിപ്പിയിൽ അവരെ ട്രേഡ് മാർക്ക് സീക്രട്സ്. ഓക്കെ, ഇത് മഞ്ഞൾപ്പൊടി നമ്മൾ ചൂടാക്കി. അടുത്തത് മട്ടൻ മസാല ഇതേപോലെ ഇട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിൽ ചാലിക്കുക, നല്ല ഒഴിച്ച്. അതായത് ഇത് വേവാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ മസാല വെന്തിട്ടാകുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. ഉണ്ട് അത് മാറ്റിയിടാം. അടുത്തത് മല്ലിയാണ്. മല്ലിപ്പൊടി ഇതേപോലെ കുറച്ചധികം മല്ലി. ഇത് നല്ലവണ്ണം വേവാൻ വേണ്ടിയിട്ടാണ്. ഈ മസാലകളൊക്കെ നല്ലവണ്ണം വെന്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി. അപ്പോൾ മല്ലിപ്പൊടിൻ്റെ മണം വന്നു. പിന്നെ അടുത്ത് വെളിച്ചെണ്ണ ഒഴിക്കുക. മുളക് പൊടി ആവശ്യത്തിന്. ഇതിന് മണം വരുമ്പോൾ നമുക്ക് കിട്ടും. ഇപ്പം മസാലയായി. നമുക്ക് വെന്ത മസാല ഇടണം. മണം കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നമുക്ക് ഇഞ്ചി, പച്ചമുളക്, അതിൻ്റെ പേസ്റ്റ്, വെളുത്തുള്ളി, ഇതിൻ്റെ പേസ്റ്റ് നന്നായിട്ട് കൊടുക്കാം. ഇനി എന്തെങ്കിലും മസാല കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം. പരിപാടി നമ്മൾ വാങ്ങിച്ച് വെച്ച മട്ടൻ ഇതിലേക്ക് ഇടും. തീ കുറച്ച് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. മട്ടനും നമ്മുടെ മസാലയും അപ്പോൾ നമ്മൾ
ഇനി വേണ്ട തിളപ്പിച്ച് വെച്ച വെള്ളം ഇതിൽ ആഡ് ചെയ്യാൻ പാടുള്ളൂ. വെള്ളം ഒഴിക്കുമ്പോൾ ഇതിന് ഇറച്ചിയുടെ മുകളിൽ അത് നിൽക്കുകയും വേണം. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ചിക്കൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെയാണ് കലക്കി വെച്ചത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ആദ്യം കുറച്ചിട്ടാൽ മതി, ഒരു ആവശ്യത്തിനനുസരിച്ച്. കല്ലുപ്പാണ് ഞാൻ ഉപയോഗിച്ചത്. ആവശ്യത്തിന് കല്ലുപ്പ് ചേർക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം എന്തായി എന്നറിയട്ടെ. നന്നായി നല്ല മണം വന്നിട്ടുണ്ട്, തിള വന്നിട്ടുണ്ട്. ഇതൊന്നും പോരാ, നമുക്ക് കുറച്ചും കൂടെ വേവാനുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ കറിയുടെ അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. വാവ്, സൂപ്പർ. നല്ല കൊഴുപ്പായി വന്നിട്ടുണ്ട്. മട്ടൻ പീസൊക്കെ വെന്ത് ഇങ്ങനെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തു. ഇനി ഇതിൽ പറഞ്ഞ ഇതിൻ്റെ പുറകെ കറിവേപ്പില തൊട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തു. പുതിന മല്ലിയില. ഓക്കെ, ഓൾമോസ്റ്റ് ഫിനിഷ്. കൂടെ ഉണ്ടാക്കിയത് നെയ്ച്ചോറാണ്. അപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെ ചൂട് മട്ടൻ കറി ഒഴിച്ച് കഴിക്കാം. ഓക്കെ, ഡൺ.